കമ്പ്യൂട്ടർ ഇൻ്റലിജൻസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ AI പറ്റിയിട്ട് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് വരുന്നത് ട്യൂറിംഗ് ടെസ്റ്റ് അപ്രോച്ച് ടു AI. എന്താണ് ട്യൂറിംഗ് ടെസ്റ്റ് എന്നൊക്കെ നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. അലൻ ട്യൂറിനാണ് ഈ ഒരു ട്യൂറിംഗ് മെഷീൻ ഇൻവെൻറ്റ് ചെയ്തതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടേഴ്സൊക്കെ ഒരു ഹ്യൂമൻ ലെവൽ പെർഫോമൻസാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ഫ്രണ്ടിനെ പോലെ ചാറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ട്യൂറിംഗ് മെഷീൻ അല്ലെങ്കിൽ ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ അതായത് മനുഷ്യനും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. അതായത് മനുഷ്യൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിനും തിരിച്ചും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതാണ് ട്യൂറിംഗ് ടെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളുടെ മനുഷ്യരൊക്കെ ചെയ്യുന്ന ടാസ്കുകൾ, അത് അവരുടേതായിട്ടുള്ള ഇൻ്റലിജൻസോട് കൂടിയിട്ട് അവിടെ ചെയ്യുന്ന കുറേ കാര്യങ്ങളിൽ കമ്പ്യൂട്ടേഴ്സ് വന്നു കഴിഞ്ഞു അല്ലേ. അവരെക്കാൾ അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ പ്രവർത്തിക്കാനും ചിന്തിക്കാനുള്ള കഴിവ് ഇപ്പോൾ കമ്പ്യൂട്ടേഴ്സിന് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യനാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിക്ക് മനുഷ്യർ ചെയ്യുന്ന അത്രയും ഇൻ്റലിജൻസോട് കൂടിയിട്ടൊരു കമ്പ്യൂട്ടർ കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടറിന് ഇൻ്റലിജൻറ്റ് ബിഹേവിയർ ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് പാസ്സായാൽ, ഒരു കമ്പ്യൂട്ടർ പാസ്സായി കഴിഞ്ഞാൽ അത് ഒരു ട്യൂറിംഗ് ടെസ്റ്റ് പാസ്സായി എന്ന് പറയാൻ പറ്റും. അതായത് ഒരു മനുഷ്യന് ചെയ്യുന്ന ടാസ്കുകളൊക്കെ ഒരു കമ്പ്യൂട്ടർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടർ നമ്മുടെ ട്യൂറിംഗ് ടെസ്റ്റ് പാസ്സായി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി കമ്പ്യൂട്ടറിന് ഇങ്ങനൊരു ക്യാപ്പബിലിറ്റി വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. കുറച്ച് കാര്യങ്ങളിൽ ക്യാപ്പബിൾ ആവാൻ ഉണ്ട് കമ്പ്യൂട്ടേഴ്സ്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്, അതായത് NLP. കമ്പ്യൂട്ടേഴ്സിന് എന്ത് പറ്റണം? അത് ഇംഗ്ലീഷിലുള്ള കമ്മ്യൂണിക്കേഷൻ നല്ല രീതിക്ക് സാധ്യമാക്കി തരണം. അതുപോലെ തന്നെ സ്പീച്ച് റെക്കഗ്നിഷൻ, നമ്മൾ ഇപ്പോൾ പറയുന്ന കാര്യം ടെക്സ്റ്റ് രൂപത്തിലാക്കാനോ അല്ലെങ്കിൽ പറയുന്ന കാര്യം മനസ്സിലാക്കാനോ ഉള്ള കഴിവ് കമ്പ്യൂട്ടേഴ്സിന് വരണം. അതുപോലെ സ്പീച്ച് സിന്തസിസ്, മെഷീൻ ട്രാൻസ്ലേഷൻ, ഹാൻഡ് റിട്ടൺ ക്യാരക്ടർ റെക്കഗ്നിഷൻ, അതായത് നമ്മൾ എഴുതുന്ന കാര്യങ്ങളെ ആ ഫോട്ടോ കണ്ട് തന്നെ മനസ്സിലാക്കുക, എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ക്യാപ്പബിലിറ്റി വരണം. അതാണ് നാച്ചുറൽ